എനിക്ക് ഈ പയ്യനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഷെഡ്യൂൾ ചെയ്ത സമയം അത് തെറ്റായിപ്പോയി. ഹായ് ഹലോ നമസ്കാരം. ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഞാൻ ഒരുപാട് ആവേശം കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ സാധാരണ നോർമലായിട്ട് ഞാൻ പ്രതികരിക്കുന്ന രീതിയിൽ പ്രതികരിക്കാൻ സാധിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും ആത്മഹത്യാക്കുറിപ്പ് എന്ന് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് വരെ അത് അങ്ങനെ ഒരു ആത്മഹത്യാക്കുറിപ്പ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പക്ഷേ ഞാൻ ഇന്നലെ അങ്ങനെ ഒരു ആത്മഹത്യാക്കുറിപ്പ് വായിച്ചു. അതിനെക്കുറിച്ചിട്ടാണ് നിങ്ങളോട് പറയാനായിട്ട് വരുന്നത്. ഞാൻ RSS അല്ലെങ്കിൽ സംഘപരിവാർ എന്ന ആ ഒരു സംഘടനയെ ഒരുപാട് എതിർക്കുന്ന ഒരാളാണ്. കാരണം അവർ രാഷ്ട്രീയത്തിനപ്പുറം വർഗീയത പറയുന്ന, ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയപരമായിട്ടൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഞാൻ ഒരുപാട് വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ആ രാഷ്ട്രീയപരമായിട്ടൊരു വീഡിയോ ഇട്ടതിന് ശേഷം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ എൻ്റെ ഇൻബോക്സിലേക്ക് വരുന്ന മെസ്സേജുകൾ എന്ന് പറയുന്നത് ഇവന്മാരുടെ ഈ ഒരു ലൈംഗിക വൈകൃതത്തെ എന്നിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ എനിക്ക് പ്രിയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് ലൈംഗിക ചൊവ്വയുള്ള വൃത്തികേടുകളും അസഭ്യങ്ങളും ആഭാസങ്ങളും മാത്രം പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഈ സംഘപരിവാറിനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന കുറച്ച് മനോരോഗികൾ. കാരണം ഞാൻ എല്ലാ പാർട്ടിക്കാരെയും വളരെ വ്യക്തമായിട്ട് എനിക്ക് ശരിയെന്ന് തോന്നിയ ശരിയെന്നും തെറ്റെന്ന് തോന്നിയ തെറ്റിനെയും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്ന ഒരാളാണ്. മറ്റുള്ള പാർട്ടികളിൽ നിന്നിട്ട് ഞാൻ അനുഭവിക്കാത്ത ഒരു കാര്യമാണ് സംഘപരിവാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഫേക്ക് ഐഡിയിലൂടെ വന്നിച്ച് തന്തയ്ക്ക് പറഞ്ഞ രീതിയിൽ സ്വന്തം മുഖത്തോടു കൂടി വന്ന് സംസാരിക്കുന്ന 10% പോലും ആളുകൾ ഈ സംഘപരിവാറിനെ താങ്ങിക്കൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഒരാൾക്ക് തന്നെ 10ൽ കൂടുതൽ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കിക്കൊണ്ട് ഇതുപോലെ അവർക്കെതിരെ സംസാരിക്കുന്നവരെ തകർത്ത് കളയാം എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ വന്ന് സംസാരിക്കുന്ന ആളുകളാണുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസം ഒരു ആത്മഹത്യാക്കുറിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്ത, അല്ലെങ്കിൽ മരണത്തിന് ശേഷമാണ് ഇത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടത്. കോട്ടയം സ്വദേശിയായിട്ടുള്ള അനന്തു എന്ന് പറയുന്ന ഒരു പയ്യൻ ആത്മഹത്യയ്ക്ക് മുമ്പ് സ്വന്തം സോഷ്യൽ മീഡിയയിൽ ഷെഡ്യൂൾ ചെയ്ത ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് ഈ ആത്മഹത്യാക്കുറിപ്പ്. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് നിങ്ങളിലേക്കൊന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. എന്തായാലും ആ ഒരു മരണമൊഴി എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും മംഗ്ലീഷിലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അത് വായിച്ചത്. അതിനകത്ത് ആ പയ്യൻ തന്നെ പറയുന്നുണ്ട് ഇത് വായിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. പക്ഷേ ആ പറയുന്ന രീതിയിൽ അവനത് എഴുതി വെച്ചിട്ടാണ് അവൻ്റെ ജീവൻ നഷ്ടമാക്കിയത്. എന്തായാലും ഞാൻ അവൻ്റെ ആ ഒരു ഒരു മരണമൊഴി എന്ന് പറയാവുന്ന ആ ഒരു ലെറ്ററിന്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിച്ച് കേൾപ്പിക്കാം. ഹായ്, എല്ലാവരും ഇപ്പോൾ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരിക്കും, എന്തിനാണ് ഇവൻ ഇങ്ങനെ ചെയ്തത് എന്നുള്ള ഡൗട്ട്. ഐ നോ എയറിൽ പല കഥകളും ഉണ്ടാവും, റൈറ്റ്? ദിസ് ഈസ് മൈ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആൻഡ് ദിസ് ഈസ് എ ഷെഡ്യൂൾഡ് പോസ്റ്റ്, സോ യു ക്യാൻ ബിലീവ് വാട്ട് എവർ കമ്മിങ് ഇൻ ദിസ് പോസ്റ്റ്. ഇതൊക്കെ ഞാനിടുന്ന ഷെഡ്യൂൾഡ് പോസ്റ്റുകളായിരിക്കും. ആഫ്റ്റർ ദിസ് മേ ബി ഒരു വീഡിയോ കൂടെ വരുന്നതായിരിക്കും. ഈ 2 പോസ്റ്റുകൾ മാത്രമായിരിക്കും എൻ്റേതായി ഇനി വരുന്നത്. അത് കഴിഞ്ഞ് ആരെങ്കിലും എൻ്റെ ഫോൺ യൂസ് ചെയ്ത് എന്തെങ്കിലും ഇട്ടാൽ അത് എൻ്റെ ഉത്തരവാദിത്തത്തിലുള്ളതായിരിക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം റിയലി സോറി ഇഫ് ഐ ഹാവ് ബിക്കം എ ബാഡ് പേഴ്സൺ ടു എനി വൺ ഓഫ് യു. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള തെറ്റുകൾക്കെല്ലാം സോറി. ദിസ് ഈസ് ടു മൈ സിസ്റ്റർ, മദർ, ഫ്രണ്ട്സ് ആൻഡ് കസിൻസ്. ഐ ആം റിയലി സോറി ദാറ്റ് ഐ ആം ടേക്കിംഗ് മൈ ഓൺ ലൈഫ്. ഐ ആം റിയലി സോറി, ബട്ട് എൻ്റെ ലൈഫ് എടുക്കാതെ എനിക്ക് പറ്റില്ല. ഐ കാൺ സഫർ ദിസ് ഫക്കിംഗ് ലൈഫ് ലൈക്ക് ദിസ്. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഐ ആം അനന്തു അജി, 26 years old. ഇന്ന് ഡേറ്റ് September 8, 2025, edited in 23rd September and 3rd October. I am working as a software engineer. ഞാൻ ഇന്നിവിടെ ഈ ഒരു റൈറ്റപ്പ് ആയി വന്നിരിക്കുന്നത് എൻ്റെ മരണമൊഴിയായിട്ടാണ്. ദിസ് ലെറ്റർ വിൽ ബി എ മിക്സ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ആൻഡ് മംഗ്ലീഷ്. സോ പറ്റുന്നവർ മാത്രം വായിക്കുക, അല്ലാത്തവർ പിരിഞ്ഞു പോകുക. ഐ തിങ്ക് റീഡിങ് ദിസ് വിൽ ടേക്ക് 10 to 15 minutes. പറ്റുന്നവർ വായിക്കുക, ഇനി വായിച്ചില്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഐ ആം ഡെഡ് വെൻ യു സീ ദിസ്, സോ നോബഡി ടു കെയർസ്. പിന്നെ പറഞ്ഞിരിക്കുന്നതെല്ലാം ഇത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് HD ദൃശ്യമികവിൽ കാണാനായിട്ട് സാധിക്കും. അതൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ മരിച്ചത് ഒരു പെണ്ണിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രണയ നൈരാശ്യമോ കൊണ്ടോ ഒന്നുമല്ല. ആദ്യം എൻ്റെ ലൈഫിലെ ചില നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ദെൻ ലെറ്റ്സ് ഡൈവ് ഇൻ ടു എ ബാഡ് പാർട്ട്. എൻ്റെ വീട്ടിൽ 5 പേരുണ്ട്. മീ, മൈ സിസ്റ്റർ, മദർ ആൻഡ് ഗ്രാൻഡ് പേരൻസ്. എൻ്റെ ലൈഫിലെ ദ ബെസ്റ്റ് തിങ് എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദാറ്റ്സ് മൈ സിസ്റ്റർ ആൻഡ് മൈ മദർ. അമ്മയെക്കുറിച്ചൊക്കെ നല്ല ഇതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അമ്മ കുറേ അനുഭവിച്ചിട്ടുണ്ട്. ബിക്കോസ് ഓഫ് മൈ ഗ്രാൻഡ് പേരൻസ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ ഫ്രം ഹെയർ മാരേജ് അൻറ്റിൽ ദിസ് ഡേറ്റ്. ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കഥയാണ്, മൈ റിയൽ ലൈഫ് സ്റ്റോറി. ഞാനൊരു വിക്റ്റിമാണ്, എ റേപ്പ് വിക്റ്റിം. ഇനി ഞാൻ വായിക്കാൻ പോകുന്ന ഈ ഒരു പാർട്സ് ആണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഇതാണ് അതിനകത്തെ കൃത്യമായിട്ട് ആ മരണ കാരണം എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കഥയാണ്, മൈ റിയൽ ലൈഫ് സ്റ്റോറി. ഞാനൊരു വിക്റ്റിമാണ്, എ റേപ്പ് വിക്റ്റിം. ഇതൊരു ആണാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ ലൈഫിൽ ഒരുപാട് അബ്യൂസ് നേരിട്ടിട്ടുണ്ട്. ഐ മീൻ സെക്ഷൽ അബ്യൂസ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എന്നെ ഒരാൾ കണ്ടിന്യൂസ്ലി സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ RSS എന്ന സംഘടനയിൽ നിന്ന് പലരിൽ നിന്നും ഞാൻ സെക്സ് അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവർ ആരൊക്കെയാണ് എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ വിൽ എക്സ്പോസ് ദ പേഴ്സൺ അബ്യൂസ് മീ വെൻ ഐ വാസ് 4 years old.
ഐ ആം എ OCD പേഷ്യൻറ്റ് ആൻഡ് ഐ ആം സഫറിങ് ഫ്രം ആങ്സൈറ്റി, ഡിപ്രഷൻ ഇഷ്യൂസ്. ഈ പാനിക് അറ്റാക്ക് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. റിയൽ ലൈഫിൽ അനുഭവിക്കുമ്പോൾ അതിന് സുഖം നന്നായി മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ പുള്ളി അതിനകത്ത് പറയുന്നത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് മരിച്ചു പോകുന്നതിന് തുല്യമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അങ്ങനത്തെ ഉള്ള അവസ്ഥയിലൂടെയാണ് പുള്ളി കടന്നു പോയിക്കൊണ്ടിരുന്നത്. സോ ബിക്കോസ് ഓഫ് OCD കഴിഞ്ഞ 1.5 വർഷമായിട്ട് തെറാപ്പി എടുക്കുന്നുണ്ട്. അതിന് കഴിഞ്ഞ 6 മാസമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. വിൽ ഷോ ദ മെഡിസിൻസ് ഇഫ് ഐ മെയ്ഡ് ദിസ് ആസ് ആൻ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ പുറകെ തന്നെ ഒരു വീഡിയോയും കൂടെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു കുറിപ്പ് വന്നിരിക്കുന്നത്. നമുക്കറിയില്ല ഇനി അങ്ങനെ ഒരു വീഡിയോ വരുമോ ഇല്ലയോ, വേറെ ആരെങ്കിലും ഇയാളുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫോൺ നശിപ്പിച്ച് കളഞ്ഞ് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആ ഒരു വീഡിയോ പുറത്ത് വരാതിരിക്കാൻ ചിലപ്പോൾ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടാവും. ഐ ഗോട്ട് ദിസ് ഫക്കിംഗ് OCD ബിക്കോസ് ഓഫ് എ Peter Shunen was sexually abusing me. Someone near to my old house and his name is NM. He constantly abused me, have done lot of sexual things to my body. I was a sex tool for him. The sad part is എനിക്ക് OCD ഡയഗ്നോസ് ചെയ്ത സമയത്താണ് ഈ അബ്യൂസാണ് OCD ഉണ്ടാവാനുള്ള കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അത്രയും കാലം ഇത് എനിക്കൊരു പ്രോബ്ലം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഹി വാസ് ലൈക്ക് മൈ ബ്രദർ ആൻഡ് വാസ് ലൈക്ക് എ റിലേറ്റീവ് ഫോർ മൈ ഫാമിലി. ഐ ആം ഗെറ്റിംഗ് suffocated when remembering that fucking smell when he dashed into me. Not only NM, എന്നെ RSS ക്യാമ്പിൽ വെച്ച് ഒരാൾ സെക്ഷലി യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും വെറുപ്പുള്ള ഒരു സംഘടന ഇല്ല. ഞാൻ അതിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരാൾ ആയതുകൊണ്ട് എനിക്ക് നന്നായി അറിയാം, ലൈഫിൽ ഒരിക്കലും ഒരു RSSകാരനെ ഫ്രണ്ട് ആക്കരുത്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. നോട്ട് ഓൺലി ഫ്രണ്ട്സ്, നിങ്ങളുടെ അച്ഛനാണെങ്കിലും ബ്രദർ ആണെങ്കിലും നിങ്ങളുടെ സൺ ആണെങ്കിൽ പോലും അവരെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. കാരണം RSS എന്ന് പറയുന്ന സംഘടന ഒരു മനുഷ്യനെ എങ്ങനെ മൃഗമാക്കി മാറ്റുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണങ്ങളോടെയാണ് ആ പയ്യൻ ഇതിനകത്ത് ഇത് എഴുതി ചേർക്കുന്നത്. സ്വന്തം അച്ഛനാണെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മകനാണെങ്കിൽ പോലും അവനെ അകറ്റി നിർത്തണമെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഇടയിലുള്ള മനുഷ്യരായിട്ട് ജീവിക്കുന്ന എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത്രയ്ക്ക് വിഷം കൊണ്ടു നടക്കുന്നവരാണ് RSSകാർ, ദ റിയൽ അബ്യൂസേഴ്സ്. ആളുടെ നെയിം ഞാൻ ഓർക്കുന്നില്ല, ബട്ട് ITC ആൻഡ് OTC ഈ 2 ക്യാമ്പിൽ വെച്ചും ഞാൻ സെക്ഷൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ട്. നോട്ട് ഓൺലി സെക്ഷൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസും നേരിട്ടിട്ടുണ്ട്. എന്നെ കാരണമില്ലാതെ അടിച്ചിട്ടുണ്ട്, അവരുടെ ദണ്ഡ ഉപയോഗിച്ച് തല്ലിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞത് അവർ എന്നോട് ചെയ്ത കാര്യം മാത്രമാണ്. അവർ ഒരുപാട് പേരെ സെക്ഷൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസിന് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവരുടെ ക്യാമ്പുകളിൽ നടക്കുന്നത് അബ്യൂസസ് ആണ്. ഞാൻ ഇതിൽ നിന്ന് പുറത്ത് വന്നതുകൊണ്ട് ആണ് എനിക്ക് ഇത് പറയാനായിട്ട് പറ്റുന്നത്. ഐ നോ എന്നെ ആരും വിശ്വസിക്കില്ല, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി പ്രൂഫ്. ഞാൻ എൻ്റെ ലൈഫാണ് പ്രൂഫായിട്ട് തരുന്നത്. എനിക്ക് അത്രയ്ക്ക് വിഷമമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഞാൻ കൺഫസ് ചെയ്യുന്നത്. ഇനി ലോകത്ത് ഒരു കുട്ടികളും എനിക്ക് സംഭവിച്ച പോലെ സംഭവിക്കരുത്. ലൈഫിൽ ഒരിക്കലും ഒരു RSSകാരനുമായിട്ട് ഇടപഴകരുത്. ഓൾസോ എന്നെ അബ്യൂസ് ചെയ്ത NM ഒരു സജീവ RSS BJP പ്രവർത്തകനാണ്. എനിക്കറിയാം, ഞാൻ മാത്രമല്ല ഇവൻ്റെ ഇര. മറ്റുള്ള പല കുട്ടികളും ഇവൻ്റെ അടുത്ത് നിന്ന് അബ്യൂസ് നേരിട്ടിട്ടുണ്ട്, ഓൾസോ ഫ്രം RSS ക്യാമ്പ്. ബട്ട് ഒരുപാട് കുട്ടികൾ ഇവരുടെ RSS ക്യാമ്പ് ആൻഡ് സംഘടന വെച്ച് അബ്യൂസ് അനുഭവിക്കുന്നുണ്ട്. ഇവരെയൊക്കെ രക്ഷപ്പെടുത്തി പ്രോപ്പർ കൗൺസിലിംഗ് കൊടുക്കുക എന്നത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. ഇവൻ കാരണം സെക്ഷൽ അബ്യൂസ് നേരിട്ടിട്ടുള്ള ആൾക്കാർ പുറത്ത് വന്ന് പറയണം എന്ന് എനിക്ക് ഉള്ളത്. കാരണം ഇവനെ പോലെ ഉള്ളവരെ എക്സ്പോസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇവൻ ഇനിയും പലരെയും അബ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അവനൊരു കുട്ടി ഉണ്ടായാൽ അതിനെ വരെ അബ്യൂസ് ചെയ്യും. അത്രയ്ക്ക് വിഷമാണ് ഒരു പീഡോ ആയ ഇവൻ. എനിക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളത് പേരൻസിനോടാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് പ്രോപ്പറായി സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക. അവരെ ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് പറഞ്ഞു കൊടുക്കുക. പിന്നെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. ഓൾവേസ് ഒരു ദേഷ്യപ്പെടുന്ന പേരൻ്റ് ആകാതെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. അവരെ കേട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം കുട്ടികളുടെ ബ്രെയിൻ ഈസ് വെരി സെൻസിറ്റീവ്. അവരെ നല്ല അന്തരീക്ഷത്തിൽ വളർത്തിയില്ല എങ്കിൽ വിച്ച് മേ ബി ഹേർട്ട് ഫോർ ദെയർ ലൈഫ് ടൈം. കുട്ടിക്കാലത്തുണ്ടാകുന്ന ട്രോമകളിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ലൈഫ് ലോങ് കൂടെ ഉണ്ടാകും ഈ ട്രോമാസ് എല്ലാം. ലോകത്ത് ഒരു കുട്ടികൾക്കും എൻ്റെ ഈ ഒരു അവസ്ഥ വരരുത്. അതിന് പേരൻസ് എപ്പോഴും ശ്രദ്ധിക്കണം. എന്നെ അബ്യൂസ് ചെയ്ത പോലുള്ള അവന്മാർ എല്ലായിടത്തും ഉണ്ടാവും. കുട്ടികൾ പേടിച്ചിട്ട് പലതും പുറത്ത് പറയില്ല. ഞാൻ നല്ല സ്കേഡായിരുന്നു. എനിക്ക് ഈ അനുഭവം ഉണ്ടായപ്പോൾ എനിക്ക് പേരൻസിനോട് പറയാൻ പറ്റിയില്ല. അതുപോലെ ആവരുത് ഒരു കുട്ടിയും. അവർക്ക് പേരൻസിനോട് നല്ലൊരു കണക്ഷൻ ഉണ്ടാവുന്നത് അത്യാവശ്യമാണ്. ഇനി പറയാനുള്ളത് എൻ്റെ നാട്ടുകാരെ പറ്റിയാണ്. എനിക്ക് പേഴ്സണലി ആരോടും ഒരു കുഴപ്പമില്ല. എക്സ്പെക്ട് എന്നെ അബ്യൂസ് ചെയ്ത ആൾ
ബട്ട് ഇവർക്കൊക്കെ എന്നോട് എന്തോ ദേഷ്യമാണ്. എന്തിനാണ് എനിക്ക് അറിയില്ല. ഞാൻ നല്ല കമ്പനി ആയിരുന്ന എപ്പോഴും വീട്ടിൽ പോകുന്ന ആൾ വരെ എന്നോട് ഒറ്റ ദിവസം കൊണ്ട് മിണ്ടാതെയായി. എനിക്ക് പേഴ്സണലി നല്ല വിഷമമുണ്ട് ഇപ്പോഴും. കാരണം ഞങ്ങൾ അത്രയ്ക്ക് ക്ലോസ് ആയിരുന്നു. ഐ ആം ടോക്കിംഗ് അബൌട്ട് വിഷ്ണു പാലപ്പുരയിടത്തിൽ. ഐ വാസ് വെരി ഗുഡ് ഫ്രണ്ട് ഫോർ ഹിം ആൻഡ് ഫോർ മീ ഓൾസോ. നമ്മുടെ കമ്പനി ഞാൻ നല്ല മിസ് ചെയ്യുന്നുണ്ട്. ഓൾസോ അമ്പി ചേട്ടൻ, സ്വാതി ചേട്ടൻ, പ്രശാന്ത് ആൻഡ് മെനി മോർ. അങ്ങനെ കുറേ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നുണ്ട് എന്നും കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഞാനിനി BJP ഓർ RSSനെ കുറ്റം പറയുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അതോ ഇനി ഞാൻ എൻ്റെ അനിയത്തിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തത് കൊണ്ടാണോ എന്നും അറിയില്ല. ദേ ആർ ഹ്യൂമൻസ്. എല്ലാവർക്കും മനുഷ്യന്മാരാണ്. അവരെ മതത്തിൻ്റെ ബേസിസിൽ കാണാൻ എനിക്ക് വയ്യ. എവരി വൺ അറൗണ്ട് യു ഇസ് ഹ്യൂമൻസ്. ഐ ആം സെയിങ് ദാറ്റ് എൻ്റെ സൂയിസൈഡിൽ അമ്മുവിനോ ഇപ്പോൾ എല്ലാവരും കുറ്റം പറയുന്നുണ്ടാവും. ബട്ട് ഐ ആം സെയിങ് ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ. അവർ അവരുടെ ലൈഫ് സെലക്ട് ചെയ്തു. ഇൻഫാക്ട് ഐ ആം സെയിങ് സോറി ടു അച്ചുവളിയൻ ഫോർ ടേക്കിംഗ് മൈ ഓൺ ലൈഫ്. ബി ദെയർ ഫോർ ഹെയർ ഓൾവേസ് ഓൾവേസ് പ്ലീസ്. അവൾക്ക് ഇനി അച്ചു അമ്മ ഒക്കെ ഉള്ളൂ. സോറി. ഞാൻ ഈ ലൈഫ് എടുക്കാൻ ഉള്ള മെയിൻ കാരണം ഈസ് മൈ ആങ്സൈറ്റി ആൻഡ് കോൺസ്റ്റന്റ് പാനിക് അറ്റാക്സ്. ഞാൻ ഇനിയും ഞാനിപ്പോൾ തന്നെ കുറേ വായിച്ചു ഇതിൽ നിന്ന്. ഇതിനി വായിക്കാൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ 100 വർഷത്തിൻ്റെ മഹത്തായ പാരമ്പര്യമുള്ള RSS എന്ന് പറയുന്ന ഒരു സംഘടനയെക്കുറിച്ച് തോരാതെ സംസാരിക്കുന്ന ഒരുപാട് ചാണക തീട്ടങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വരാറുണ്ട്. അവർ പലപ്പോഴായിട്ടും പറയാറുള്ള പല കാര്യങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു ആത്മഹത്യാ കുറിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള മാധ്യമ ചർച്ചകളും നമ്മൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഇപ്പം എല്ലാവരും അയ്യപ്പൻ്റെ സ്വർണത്തിൻ്റെയും പുറകെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അല്ലെന്നുണ്ടെങ്കിൽ ഷാഫി പറമ്പലിൻ്റെ തല്ലുകൊണ്ടതിൻ്റെ പുറകെ നടക്കുകയല്ലേ. അവർക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് സമയമില്ല. അവർക്ക് വേറെ വാർത്തകൾ ഉള്ളത് കൊണ്ട് ഇതൊരു വാർത്തയേ അല്ല. എനിക്ക് ഈ പയ്യനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഷെഡ്യൂൾ ചെയ്ത സമയം അത് തെറ്റായിപ്പോയി. ഈ ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം ഇത് ആളുകൾ സംസാരിക്കണം, ആളുകൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് RSS എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടാണ് നീ ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തത്. പക്ഷേ ആ ഒരു സമയം തെറ്റിപ്പോയി മോനെ. കാരണം നമ്മളുടെ കൺമുന്നിലുള്ള മാധ്യമങ്ങൾക്ക് വാർത്തകൾക്ക് ക്ഷാമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ എടുത്തു പറയാൻ ഒരു വാർത്ത ഇല്ലാതെ നടക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ ഒരു പോസ്റ്റ് വെളിയിൽ നിന്ന് വന്നിരുന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് വന്നേനെ. പക്ഷേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, ചെറ്റ മാധ്യമങ്ങൾ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കത്തേ ഉള്ളൂ. പക്ഷേ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇതിനകത്തുള്ള ഏറ്റവും വലിയ അപകടം എന്താണ് എന്നുള്ളത്. ഈ ഒരു കുറിപ്പിൽ പറയുന്ന പോലെ മതപരമായിട്ട് മനുഷ്യന്റെ മനസ്സിലേക്ക് വർഗീയത കുത്തിവെച്ചുകൊണ്ട് നമ്മൾ ഈ അടുത്ത കാലങ്ങളിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും എടുത്തു നോക്കിയാൽ മനസ്സിലാവും. മതം മനസ്സിൽ കുത്തി നിറച്ചുകൊണ്ട് കാണുന്ന ഏതൊരുവനെയും തീവ്രവാദിയെന്നും അല്ലെങ്കിൽ രാജ്യദ്രോഹിയെന്നും മുദ്ര കുത്തിക്കൊണ്ട് മതപരമായിട്ട് വർഗീയത ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വലിയൊരു സമൂഹത്തിനെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന നാറികളാണ് ഈ സംഘപരിവാർ ചെറ്റകൾ. അതുകൊണ്ട് കരുതിയിരിക്കുക, എല്ലാവരും കരുതിയിരിക്കുക. നാറികളാണ്. ആട്ടിൻകുട്ടികളെ കൂട്ടിയിടിപ്പിച്ച് അതിൻ്റെ ചോര കുടിക്കാൻ നിൽക്കുന്ന വെറും ചെന്നായ കൂട്ടങ്ങൾ.